ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കൊടുത്ത പരാതികൾ, അതിൽ ചില പരാതികൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ഒരു അന്വേഷണവും നടത്താതെ കൃത്യമായ തെളിവുകൾ ഡോക്യുമെൻ്റ് അടക്കം ഞാൻ കൊടുത്താണ് അദ്ദേഹം 33,80,000 രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. പെയ്ഡ് ബൈ ക്യാഷ്, പണം കൊടുത്താണ് വാങ്ങുന്നത്. ഒരു പൈസ അതിൽ അക്കൗണ്ടിൽ കൊടുത്തിട്ടില്ല ആ ആധാരപ്രകാരം. 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം തിരിച്ചു വെക്കുന്നു, റിസീവ്ഡ് ബൈ ക്യാഷ്. ഈ 65 ലക്ഷവും കള്ളപ്പണമാണ് അദ്ദേഹം റിസീവ് ചെയ്തിട്ടുള്ളത്. കൊടുത്തിരിക്കുന്നതും 33,80,000, അതും ആസ് പെർ ദ രജിസ്ട്രേഷൻ അതോറിറ്റി റെക്കോർഡ് പ്രകാരം അത് കള്ളപ്പണമാണ്. 1 മണിക്കൂർ മതി ആ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യാൻ, പക്ഷേ ഇന്ന് വരെ വെരിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് കേരളത്തിലെ ജനതയെ പറ്റിക്കാനുള്ള ഒരു SIT ഇൻവെസ്റ്റിഗേഷൻ അപ്പുറം മറ്റൊന്നുമില്ല. അതുകൊണ്ട് ADGP അജിത് കുമാറിൻ്റെ രോമത്തിൽ പോലും പിണറായി സർക്കാർ തൊടില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവ് അവർ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം. 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ടാവുക ആയിക്കോട്ടെ. അതുകൊണ്ട് റിപ്പോർട്ട് 4 മാസമോ 1 മാസമോ 6 മാസമോ ആവട്ടെ, അതിൽ വസ്തുത വേണ്ടേ? അതുകൊണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് അന്വേഷണത്തിൽ അജിത്കുമാറിൻ്റെ ആരോപണം തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുട്ടേണ്ട നീതിയുടെ വാതിലല്ലേ? അല്ല, തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അത് കോടതിയിൽ പോകാൻ കഴിയില്ല. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ADMൻ്റെ കേസിൽ തന്നെ അവരുടെ കുടുംബം കോടതിയിൽ പോകുമ്പോൾ കോടതി ചോദിച്ചത് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ എന്ന സ്റ്റാൻഡ് ഹൈക്കോടതി എടുക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ലീഗൽ ഒപ്പീനിയൻ ഈ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഞാനെന്നും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഞാൻ ഈ കൊടുത്ത പരാതിയിൽ സത്യസന്ധമാണ് അവരുടെ നിലപാടെങ്കിൽ ആവർത്തിച്ച് ഞാൻ അവരെ ആവശ്യപ്പെട്ടു ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു കാര്യത്തിലും ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാവാത്തത്? ഇത്രയും വലിയൊരു ഇഷ്യൂ കേരളത്തിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ രീതിയിൽ CPMന് വോട്ട് ചോർച്ചയുണ്ടായി, വലിയ തകർച്ചയുണ്ടായി. ഇപ്പോൾ അവരാകെ പറയുന്നത് ചേലക്കരയിൽ വിജയിച്ചു എന്നാണ്. അത് ടെക്നിക്കലാണ്. 35,600 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ എന്നാണ് ഈ 2021 നടന്ന തെരഞ്ഞെടുപ്പാണ്. അത് 12,000 ഒതുങ്ങുമ്പോൾ എത്ര ശതമാനം വോട്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടത്? പാലക്കാട് 3,000 വോട്ടിൽ ജയിച്ച് ഷാഫി ജയിച്ചെടുത്ത് 18,000 വോട്ടിലേക്ക് എങ്ങനെ പോയി? ഈ പറയുന്ന വയനാടിൽ എന്താണ് സ്ഥിതി? ഈ വോട്ടൊക്കെ പോയത് എവിടെ നിന്നാണ്? CPM എന്നാണ്. ഇപ്പം എന്താ ഏറ്റവും ലേറ്റസ്റ്റ്? പാർട്ടിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ രാജിവെച്ച് പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? BJPയിലേക്ക്. രാജിവെച്ച് പോകുന്ന പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ലിസ്റ്റേ കേരളത്തിലെ ജനം കാണുന്നുള്ളൂ. പക്ഷേ ജനം കാണാത്ത ഒരു അടിയൊഴുക്ക് പാർട്ടി പ്രവർത്തകരിൽ അനുഭാവികളിൽ CPMന് ആ തകർച്ച സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? ഈ ഗവൺമെൻറ്റിനെതിരെ കഴിഞ്ഞ 1-2 വർഷമായി, ഏറ്റവും അവസാനമായി കഴിഞ്ഞ 4-5 മാസമായി നിരന്തരമായി ഒരു ഭരണകക്ഷിയെ പ്രതിനിധീകരിച്ചൊരു MLA എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയല്ല, കളവാണ് എന്ന് പറയാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും തൃശ്ശൂരിലെ പൂരം കലക്കിയ കേസ് ആദ്യം എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? അങ്ങനെ സംഭവമേ ഇല്ല. പിന്നെ എന്തിനാ അദ്ദേഹത്തെ സ്ഥാനചലനം വരുത്തിയത്? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനാണ് DGP കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പൂഴ്ത്തി നിങ്ങൾക്കറിയാം. പിന്നെയും വലിച്ചു നീട്ടി. അവസാനം ആ റിപ്പോർട്ട് തിരുത്തിക്കാനുള്ള ശ്രമം നടന്നു. DGP അതിന് തയ്യാറായില്ല. അവസാനം അദ്ദേഹത്തെ സ്ഥലം മാറ്റാനുള്ള ഒരു താൽക്കാലിക കണ്ണിൽ പൊടിയിടുന്ന ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ഇതിൻ്റെ വസ്തുത മനസ്സിലാവണമെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും പറയുന്നത് വസ്തുതയാണെങ്കിൽ, ഇപ്പോഴും ഞാൻ പറയുന്നു, കേരള ജനതയുടെ മുന്നിൽ അവർ പറയുന്നതാണ് ശരിയെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ജനങ്ങളുടെ മുന്നിൽ അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ എന്താണ് തടസ്സം? ഒരു തടസ്സമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുതകൾ. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ടികോമിനെ ഒഴിവാക്കാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കാരണം എന്തിനാ ഈ അടിക്കടി മന്ത്രിമാരെല്ലാം ഇങ്ങനെ ദുബായി പോയി കൂടുന്നത്? ഇവർക്ക് എന്ത് കച്ചവടം ദുബായിലുള്ളത്? ഇവർ പണ്ടൊക്കെ വലിയ കച്ചവടക്കാരും ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ടീകോം എന്ന് പറഞ്ഞ കമ്പനി ആരുടേതാണ്? അതാണ് ഞാൻ ആദ്യം അന്വേഷിക്കേണ്ടത്. ടീകോം വരുന്ന സമയത്തേ ഉണ്ടായ എന്തെല്ലാം വിഷയങ്ങൾ. 246 ഏക്കർ സ്ഥലം
ഒരു കമ്പനിക്ക് 1 ഏക്കർ ഭൂമി ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കാൻ 5 സെൻറ്റ് സ്ഥലം കിട്ടാത്ത കേരളമാണ്. അവിടെയാണ് 246 ഏക്കർ ഭൂമി ഒരു എന്താ പറയുക ടീകോം എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനിക്ക് കൊടുത്തിട്ട് വർഷത്രയായി. ഇപ്പം അത് തിരിച്ചു പിടിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങോട്ട് നഷ്ടം കൊടുത്തിട്ട് ആ അഗ്രിമെൻ്റാണ് പരിശോധിക്കപ്പെടേണ്ടത്. പ്രതിപക്ഷ നേതാവ് അതിൽ അഴിമതി ആരോപിക്കുന്നതോടൊപ്പം സർക്കാരിനോട് ഈ അന്നത്തെ അഗ്രിമെൻ്റ് പുറത്തുവിടാൻ പറയണം. ആ അഗ്രിമെൻറ്റിലെ ക്ലോസ് പ്രകാരമാണോ ഈ കമ്പനി പ്രവർത്തിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനൊരു സ്വാഭാവിക ബുദ്ധിക്ക് നമ്മൾ കോമൺ സെൻസ് എന്ന് പറയും. കോമൺ സെൻസ് പ്രകാരം ആ അഗ്രിമെൻറ്റ് സ്വാഭാവികമായിട്ടും ഈ കമ്പനി നൽകിയിരുന്ന ഏകദേശം 90,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊരു ലക്ഷക്കണക്കിന് കോടി ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും ആ കമ്പനി ഇതുവരെ പാലിച്ചിട്ടില്ല. അങ്ങനെ സ്വാഭാവികമായും ആ അഗ്രിമെൻറ്റ് പരിശോധിച്ചാൽ അതിൽ പെനാൽറ്റി ക്ലോസാണ് ഉണ്ടാവുക. പെനാൽറ്റി ക്ലോസ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഈ കമ്പനി സർക്കാരിന് നഷ്ടപരിഹാരം ഇങ്ങോട്ട് തരാനായിരിക്കും. അതിന് മെനക്കെടുന്നതിന് പകരം അവർ ഇൻവെസ്റ്റ് ചെയ്ത കാശ് അവർക്ക് കൊടുത്തുകൊണ്ട് അതിലും മറ്റൊരു എന്താ പറയുക അഴിമതിയുടെ വാതിൽ തുറന്നിടുന്ന ഒരു നിലപാട് എന്തടിസ്ഥാനത്തിൽ മന്ത്രിസഭ എടുത്തു എന്ന് എനിക്കറിയില്ല. അത് ശക്തമായ പരിശോധന നടത്തേണ്ടതാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിൽ വളരെ സിൻസിയറായിട്ടുള്ള എഫേർട്ട് എടുക്കണമെന്നാണ് എനിക്ക് ഒരു MLA എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ പറയുന്നത്.